പാലിയേക്കര ടോൾ പിരിവ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കരാർ കമ്പനിക്കെതിരെ രംഗത്ത് വരണമെന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ വന്നാൽ സംസ്ഥാന സർക്കാർ അതിനെ നേരിടണമെന്നും DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCCയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലിയേക്കര ടോൾ കരാർ കമ്പനിയുടെ വീഴ്ചകളും ലംഘനങ്ങളും ഹൈക്കോടതി തന്നെ ശരിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കരാർ കമ്പനിയും NHAയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചാൽ അതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഹാജരായി കേസ് നടത്തണം. സംസ്ഥാനത്തെ ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും സുഗമമാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും ജനങ്ങളുടെ യാത്രാ സൗകര്യം തകരാറിലായെന്നും കോടതി പരാമർശിച്ചിട്ടുണ്ട്. കളക്ടറുടെ ടോൾ കളക്ഷൻ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. സുഗമമായ യാത്ര അസാധ്യമാണെന്ന് കളക്ടർ നിർദ്ദേശിച്ച സമിതി കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് സർക്കാർ ചെയ്തത്. കരാർ ലംഘനങ്ങൾ നടക്കുന്നുവെന്നും സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങൾ ഇനിയും നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാറിൽ നിന്ന് ഒഴിവാക്കാനും പിഴ ഈടാക്കി ലഭിക്കുന്നതിനും NHA അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നൽകിയ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ച ഒഴിവായത് കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ്. 2028 ജൂൺ വരെയാണ് കരാർ കമ്പനിക്ക് ടോൾ പിരിക്കാനുള്ള കരാർ നിലവിലുള്ളതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.